എന്തായാലും ഞാൻ നിന്നെ കാണാൻ വരും. വരുന്നതിന് മുന്നേ വിളിക്കാം. കണ്ട രാവിലെ തൊട്ടേ നിൽക്കുക. ആവണി എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആവണി, സാധാരണ അവധി ദിവസങ്ങളിൽ നീ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണല്ലേ? ഇന്നിപ്പോ അവധി ദിവസമായിട്ട് നീ നോക്കിയ സ്റ്റൗ പോലും കത്തിച്ചിട്ടില്ല. അമ്മ എനിക്ക് മെഡിസിൻ കഴിക്കേണ്ട, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി താ. നിങ്ങളൊരു 10 മിനിറ്റ് ഇരിക്കും, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അതത്ര ശരിയല്ല. ഇന്നലെ ആരോ ഫോൺ വിളിച്ച് അമ്മ ടെൻഷനില്ല. ഫോൺ വിളിച്ചെന്നാ? ആര്? ഏത് ഫോൺ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പോയി റെഡിയായേ. മാളു, ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കരുത്, നീര് വരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. ചെല്ല്. അബി, പോടാ, പോയി റെഡിയാവ. ചേച്ചി വാ, നമുക്ക് പോവാ. എന്താ നോക്കുന്നത്? എന്ന് നോക്കാൻ പാടില്ലേ? നിങ്ങൾ പോയി റെഡി ആവുന്നേ. ചെല്ല്, പോ. എന്താ പറ്റിയേ? ഒരു പന്തി കേടുണ്ടല്ലോ. നോക്കട്ടെ. എന്തു പറ്റി ആവണി? ആവണി, എന്താ അമ്മ? കുറെ നേരമായല്ലോ നീ ഭക്ഷണം വെച്ചിരിക്കുന്നത്, ഒന്നും കഴിക്കുന്നുമില്ല. എന്തു പറ്റി? ഒന്നുമില്ലമ്മ. മോഹനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ഈ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കേ. എടാ മോഹന, നിങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടോ? വഴക്ക? എന്ത് വഴക്ക്? അതിന് വാതുറന്നെന്തെങ്കിലും പറഞ്ഞാലേ വഴക്കിടാൻ പറ്റൂ. ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, നീയായിട്ട് വല്ല പ്രശ്നം എന്തെങ്കിലും? എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുവോ? ഒറ്റയ്ക്ക് ഇരുന്നാ തീരുന്ന പ്രശ്നമാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോ, ഞാൻ പോയേക്കാം. അഞ്ചു വാ. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ഒന്ന് എഴുന്നേറ്റ് പോ മോനേട്ടാ. ഞാൻ കുറച്ചു നേരം വെറുതെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞില്ലേ? ആയിക്കോട്ടെ. താനെന്താടോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? വക്കീലല്ലേ അത്യാവശ്യമായിട്ടൊന്നും പറയാണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം. ആദ്യം താൻ എന്തിനാ വരാന്ന് പറഞ്ഞു പറ. രാവിലെ തന്നെ മൂഡ് ഓഫ്. അല്ലെങ്കിൽ താൻ എന്നാടോ ഈ മൂഡ് ഓഫ് അല്ലാത്ത? എനിക്കല്ല, ആവണിക്ക്. അത് കുറ്റബോധം കൊണ്ടായിരിക്കും. കുറ്റബോധം എന്തിന്? തന്നെ വഞ്ചിക്കല്ലേടോ, അതിന്റെ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കോ? ഒന്ന് പോവക്കല്ലേ. എന്റെ പേടി ആ പോസ്റ്റ്മാൻ മദനും ആവണിയും തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന് എന്റെ പേടി. അതിന് യാതൊരു സ്കോപ്പും ഇല്ല. ആ കാര്യം പറയാൻ വേണ്ടിയാണ് തന്നെ ഞാൻ വിളിച്ചത്. മദനം നാളെ എത്തും. അതേ കിടക്കണം അടുത്തത്. അപ്പൊ അയാളുടെ അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? അതൊന്നും എനിക്കറിയില്ല. നാളെ മദൻ ഇവിടെ സ്ഥലത്തെത്തും. നമുക്ക് വളരെ വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ആവണി മൂഡ് ഔട്ടായത് പോസ്റ്റ്മാന്റെ കാര്യമല്ല? ഒരിക്കലും അല്ല. പിന്നെ എന്തായിരിക്കും? തൻ്റെ ആവണിക്കൊരു ബെസ്റ്റ് ഇല്ലേ? എന്താ അവൻ്റെ പേര്? കമ്പിളിയാ? കമ്പിളി അല്ല, അമ്പിളി. എന്ത് കിളിയായാലും അവർ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? അവര് തമ്മിൽ എനിക്കറിയാൻ പാടില്ല. തനിക്ക് പിന്നെ എന്തറിയാടൂ? കുറെ ദുരൂഹതയുള്ളൊരു ഭാര്യയും അവരെ പറ്റി ജീവിക്കുന്ന ഒരു ഭർത്താവും. ഒന്ന് പോവക്കല്ലേ. ദുരൂഹത? എന്ത് ദുരൂഹത? തൻ്റെ ഭാര്യക്കാണോ ദുരൂഹത ഇല്ലാത്ത? എടോ, ഒരു 5 ഗുണ്ടകൾ ഇവിടെ വന്നാൽ ഇപ്പം ഇടിച്ച് നിലത്തിടൂല്ലേ അവര്? ഈ കാര്യം തന്നോട് കല്യാണത്തിന് മുന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടോ ആവണി ഈ കരാട്ടെ അറിയുന്നോ കുംഫു അറിയുന്നോ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മോന, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. തൻ്റെ ഭാര്യ താൻ കാണുന്നതോ താൻ അറിഞ്ഞതോ ഒന്നുമല്ല. അവർക്ക് വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ചിലപ്പോൾ അവരൊരു അണ്ടർ കവർ ഏജന്റ് ആയിരിക്കും. പിന്നെ അണ്ടർ കവർ ഏജന്റ്? എൻ്റെ പൊന്നു വക്കീൽ, അതൊരു പാവപ്പെട്ട കുടുംബത്തിലെ സരസ്വതി അമ്മയുടെ ശിവദാസന്റെ ഒരു മോളാണത്.
അത് തനിക്ക്. ഞാൻ തറപ്പിച്ച് പറയുന്നു മോന, ഈ ആവണിക്ക് താൻ അറിയാത്തൊരു പാസ്റ്റ് ഉണ്ട്. അവളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പാസ്റ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ നാരായണ വക്കീൽ ഈ പണി ഇന്ന് നിർത്തൂടെ. ഹലോ, ആ ഇല്ല ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തുണ്ട്. ആ പെട്ടെന്ന് വരാം. ഇല്ല വൈകില്ല വേഗം വരാം. ആ ശരി. ആരാണ്? ജഡ്ജിയാ. ആ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ ഇറങ്ങാൻ പറയും. ഫ്രീ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടേയിരിക്കും പുള്ളി. എന്തോടാ തനിക്കൊരു വിശ്വാസക്കുറവ്? എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. നാളെ രാവിലെ മതന്നെ കാണാൻ പോകണ്ടേ? പിന്നെ പോകണം. രാവിലെ നേരത്തെ ഇറങ്ങണം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയിപ്പം ചെന്ന് വൈകി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. താൻ പോയിട്ട് തൻ്റെ ഭാര്യയുടെ ദുരൂഹതയൊക്കെ അന്വേഷിക്കേ. എന്നാൽ പിന്നെ ശരി.